പടച്ചോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പറഞ്ഞതാണ്, ആക്രമിക്കപ്പെട്ടവന്റെ ദുആയെ നീ സൂക്ഷിച്ചോ. കാരണം അവനും അവന്റെ റബ്ബിന്റെ ഇടയിൽ ഒരു മറയില്ല, അവനും അവന്റെ റബ്ബിന്റെ ഇടയിലും മറയില്ല. ഒരു തീപ്പൊരി പോലെ ആകാശത്തിന്റെ മേഘപാളികൾ കീറി മുറിച്ച് പടച്ചവനെ ആക്രമിക്കപ്പെട്ടവന്റെ ദുആയെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് എത്തപ്പെടും വാപ്പാ. അതിനും മറയില്ല, അതിനും മറയില്ല. നിങ്ങൾ കണ്ടല്ലോ അമേരിക്കയിലെ ശക്തമായ അതിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ശക്തമായ തീപിടുത്തമാണ്. എത്ര 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 മില്യൺ കണക്കിന് കോടിക്കണക്കിന് നഷ്ടങ്ങള്. അഭയാർത്ഥികളെ പോലെ ആ നാട്ടിലെ ആളുകൾ വീട് നഷ്ടപ്പെട്ടവര്, കൂട് നഷ്ടപ്പെട്ടവര്, സർവ്വതും നഷ്ടപ്പെട്ടു ജീവിക്കുന്ന സമൂഹമായി മാറിപ്പോയി. പാവപ്പെട്ട ഗസയിലെ ഫലസ്തീനിന്റെ മക്കളെ ചുട്ടരിയാൻ ഇസ്രായേലിന്റെ സൈനിസ്റ്റ് ഭീകരതക്ക് എത്ര കോടി മില്യൺ കണക്കിന് സഹോദരങ്ങളെ സമ്പത്ത് കൊടുത്തു സഹായിച്ച അമേരിക്ക. നിങ്ങൾ മറന്നു പോവരുത്, നിങ്ങൾ മറന്നു പോവരുത്. പാവപ്പെട്ട ഫലസ്തീനിന്റെ ഗസയുടെ മക്കളെ തകർത്തെറിയാൻ വേണ്ടി 700ഓളം മില്യൺ കണക്കിന് സമ്പാദ്യം ഇസ്രായേലിന് കൊടുത്ത ഏറ്റവും വലിയ കൊടുംഭീകരന്റെ പട്ടികയിൽ പെടുത്തേണ്ട ഒരു രാജ്യമായി അമേരിക്ക ഇന്നു മാറുമ്പോ കണ്ണടച്ചു നമ്മൾ ഇരുട്ടാക്കാൻ ശ്രമിക്കണ്ട മോനെ. ഗസയിലെ പാവപ്പെട്ട സഹോദരങ്ങളെ നിർദാഷ്ടം കൊന്നൊടുക്കുന്ന ഇസ്രായേലിനു വേണ്ടി കൃത്യമായിട്ട് അവർക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിച്ച അമേരിക്കയുടെ ഒരു ഭാഗം മുഴുവനും കാട്ടുതീയെ പടർന്നു പിടിച്ചു. പെങ്ങളെ രക്ഷപ്പെടാൻ കഴിയാതെ ഓട്ടത്തിലാണ്. കിടക്കാൻ ഇടമില്ല, താമസിക്കാൻ വീടില്ല, കുടിക്കാൻ വെള്ളമില്ല, ഭക്ഷണമില്ല. ഇതുപോലെ വലിയൊരു ദുരന്തം അമേരിക്കയുടെ മണ്ണിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഫലസ്തീനിന്റെ ഗസയുടെ മക്കൾ ആകാശത്തേക്ക് കൈ ഉയർത്തി, അല്ലാ ഞങ്ങളോട് ഈ കൊടുങ്ക്രൂരത ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ല അല്ലാ. സമ്പത്ത് കൊള്ളയടിച്ചതിന്റെ പേരിലല്ല, ഈ നാട്ടിലൊരു അപകടം വിതച്ചതിന്റെ പേരിലല്ല, നിന്റെ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ അത് ഞങ്ങളുടെയാണല്ലോ, അത് മുസ്ലിമിന്റെ കിബലയാണല്ലോ. അത് മോചിപ്പിച്ചെടുക്കാൻ പാവപ്പെട്ട ഗസയുടെ പൊന്നുമക്കള് പോരാടുമ്പോ ആ പൊന്നുമക്കളെ തകർത്തെറിയാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തൊരു രാജ്യത്തിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടുപോയില്ലേ? വേണ്ട ചെറുപ്പക്കാരാ സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെയും അഭിമാനത്തെ ക്ഷതപ്പെടുത്തരുത്, ഒരു മനുഷ്യനെയും വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കരുത്. വാളുകൊണ്ട് മുറിച്ചാലുള്ള വേദന ഒരാഴ്ച കഴിഞ്ഞാൽ ആ മുറിവുണങ്ങും. പക്ഷേ നീ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വേദന ഉണ്ടാക്കിയാൽ അത് ഉണങ്ങുന്ന മുറിവല്ല വാപ്പാ. നീ പൊരുത്തം ചോദിക്കാതെ പരലോകത്ത് ചിലപ്പോ നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ ആരോഗ്യം കൊണ്ടും നിന്റെ കുടുംബ മഹിമ കൊണ്ടുമൊക്കെ ഒരു പക്ഷേ നീ പലരെയും കളിയാക്കുമ്പോ, നീ പലരെയും മോശമായ വാക്കുകൾ പറയൂ, നീ പലരെയും ആക്രമിച്ചിട്ടുണ്ട്. പക്ഷേ നീ ആക്രമിച്ച മനുഷ്യനെ തിരിച്ചു പ്രതിരോധിക്കാൻ കഴിവില്ലെന്ന് നീ വിചാരിക്കരുത്. പടച്ച റബ്ബ് പറഞ്ഞല്ലോ, തിരിച്ചടിക്കാൻ കഴിവുള്ളവനാണ്, അംഗബലവും ആയുധബലവും സർവ്വതും അവനുണ്ട്. പക്ഷേ ചെറുപ്പക്കാരാ, നീ അവനെ പ്രയാസപ്പെടുത്തിയപ്പോ, നീ അവനെ ബുദ്ധിമുട്ടിച്ചപ്പോ ഒരു മനുഷ്യരോടും പറയാതെ അവൻ മിണ്ടാതിരുന്നത് എന്തിനെന്നറിയുമോ? നാളെ പരലോകത്ത് നിന്നോട് പകരം ചോദിക്കാനാ സഹോദരാ. ചെയ്ത കർമ്മങ്ങളുമായിട്ട് പടച്ചറബിന്റെ മുമ്പ് വരുമ്പോ പടച്ചറബിനോട് അവൻ അവരാതി പറയുമല്ലോ, ദുനിയാവിൽ എന്നെ അവഹേളിച്ചവനാണ്, എന്റെ പച്ചമാംസം തിന്നവനാണ്, എന്റെ സമ്പത്ത് അപഹരിച്ചവനാണ്. പടച്ചറബേ, ഇന്നത്തെ ദിവസത്തിനു വേണ്ടി ഞാൻ ഇവനെ മാറ്റിവെച്ചിരിക്കുകയാണ്. നിന്റെ നന്മകൾ മുഴുവൻ അവൻ പിടിച്ചു വാങ്ങും. ചെറുപ്പക്കാരാ, നിന്റെ നന്മകൾ തീർന്നു പോയാൽ മറ്റുള്ളവന്റെ നീ ആരെയാണോ ആക്രമിച്ചത് അവന്റെ തിന്മകൾ അല്ലാഹു നിന്റെ മേലെ ചാർത്തി തരുകയാണ്.
സുമ്മൽ ജഹീമ സല്ലൂ. നരകത്തിന്റെ കത്തിക്കാളുന്ന തീയിലേക്ക് അല്ലാഹു നിന്നെ വലിച്ചെറിയുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ ഞാൻ അവസാനിക്കുന്നതിന് മുമ്പ് പെങ്ങളെ, ചെറുപ്പക്കാരാ, സഹോദരങ്ങളെ, ഒരു മനുഷ്യനോടും നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ദേഷ്യം വേണ്ട, ഒരു മനുഷ്യനോടും വെറുപ്പ് വേണ്ട, ഒരു മനുഷ്യനോടും വിദ്വേഷം വേണ്ട. നിങ്ങളുടെ നാട്ടിൽ തെറ്റു ചെയ്യുന്നവരുണ്ടാവാം വാപ്പാ, അവരെ നിങ്ങൾ ചേർത്തു നിർത്തണേ, മാറ്റി നിർത്തരുതേ. തെറ്റു ചെയ്യുന്നവര് പലപ്പോഴും വീണ്ടും തെറ്റിലേക്ക് കടന്നു പോകുന്നത് നമ്മൾ കാരണമാ സഹോദരങ്ങളെ. അവന്റെ തെറ്റു ചെയ്തവനാണ്, ശരി തന്നെയാണ്, അവനെ പിടിച്ചു കൊണ്ടുവരണം മോനെ, നീ ചെയ്തത് തെറ്റാണ്, അത് ഞങ്ങൾക്കറിയാം, പക്ഷെ അള്ള പുറത്തു തരുന്നവനാണ്. അവന്റെ കൈ പിടിച്ചിട്ട് അവനെ പള്ളിയിൽ കൊണ്ടുപോവാ വാപ്പാ. അല്ലാതെ മഹല്ലിൽ പുതിയൊരു ഖത്തീബ് വരുമ്പോ ജമാഅത്ത് കമ്മിറ്റി നീണ്ടൊരു ലിസ്റ്റാ കൊടുക്കുന്നത്. ഇന്ന വീട്ടിൽ പോവല്ലുസ്താദേ, ഇന്നെടുത്തൽ പോവല്ലുസ്താദേ, അവൻ കള്ളുകുടിയനാണ്, അവൻ തെമ്മാടിയാണ്, അവനുമായിട്ട് ബന്ധം വേണ്ടെന്ന് പറഞ്ഞിട്ട് പലപ്പോഴും പാപികളായ ആളുകൾ എപ്പോഴും പാപികളായി ജീവിക്കണമെന്ന് നിർബന്ധ ബുദ്ധി ഉള്ളതുപോലെ വേണ്ട സഹോദരങ്ങളെ വേണ്ട, വേണ്ട സഹോദരങ്ങളെ വേണ്ട. നിന്റെ സഹോദരന്റെ തെറ്റു കണ്ടിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യ്, അല്ലാഹുവേ നീ അവന് പുറത്തു കൊടുക്കണേ, പശ്ചാത്തപിക്കാനുള്ള മനസ്സവന് കൊടുക്കണേന്ന്. നിന്റെ സഹോദരൻ തെറ്റുകുറ്റങ്ങളിൽ അകപ്പെടുമ്പോ അവന് വേണ്ടി ദുആ ചെയ്യണേ. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഉമർ തങ്ങളെ കൂടെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഏറ്റവും നല്ല, ഏറ്റവും മോശക്കാരനായി ജീവിച്ച ഉമർ തങ്ങള് ഉക്കാളൻ ചന്തയില് ഉമറിനേക്കാൾ താൻ തോന്നി വേറെയില്ല. പരിശുദ്ധ ഇസ്ലാമിലേക്ക് ഉമർ തങ്ങൾ കടന്നു വന്നു. പരിശുദ്ധ പ്രവാചകനെ ഉമർ തങ്ങൾ അംഗീകരിച്ചു. അവസാനം പ്രവാചകന്റെ വഫാത്ത് കഴിഞ്ഞു, അബൂബക്കറിന്റെ വഫാത്ത് കഴിഞ്ഞു. ഇസ്ലാമിന്റെ റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. കിസ്റയുടെയും കൈസറിന്റെയും കോട്ടകൊത്തളങ്ങൾ പേരുകേട്ട വിറക്കുന്ന വില്ലാളി വീരനല്ലയോ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്. കിസ്റ പനിക്കും കൈസറും വിറയ്ക്കുന്നതാ, മിസറിൽ മുഖൗഖിസു കേട്ടുടന് ഞെട്ടുന്നതാ. ഇസ്ലാമിന്റെ ഖലീഫയുടെ പേര് കേട്ടാൽ ഞെട്ടിവിറക്കും പെങ്ങളെ. തെറ്റു ചെയ്യാൻ ആളുകൾക്ക് പേടിയുള്ള കാലമാണ് ഉമറിന്റെ ഖിലാഫത്ത്. ഉമറിന്റെ വാൾത്തലയുടെ മൂർച്ചയുടെ വീര്യം അറിഞ്ഞവരാണ് അവര്. രഹസ്യ ജീവിതത്തിൽ പോലും തെറ്റു ചെയ്യുന്നവരല്ല. സർവമാന ആയുധവും സജ്ജീകരണവും ബലവുമെല്ലാം ഉള്ള ഉമറിന്റെ നാട്ടിലൊരു മനുഷ്യൻ തെറ്റു ചെയ്തത് എങ്ങനെന്നറിയുമോ? ശ്രദ്ധിക്കണം വാപ്പാ, ശ്രദ്ധിക്കണം ചെറുപ്പക്കാര്, ചെറുപ്പക്കാരികള്. സോഷ്യൽ മീഡിയകളിൽ തെറ്റു ചെയ്തവന്റെ മനുഷ്യന്റെ ഫോട്ടോ വെച്ചിട്ട് ഷെയർ ചെയ്യുന്നവര്, തെറ്റു ചെയ്ത മനുഷ്യന്റെ ഫോട്ടോ തന്റെ റീൽസിന്റെ പ്രസംഗത്തിന്റെ ഇടയിൽ എഡിറ്റ് ചെയ്ത് കയറ്റിയിട്ട് ആലിമീങ്ങളുടെ പോലും ഇൻസ്റ്റഗ്രാമിന്റെ പേജുകൾ കൈകാര്യം ചെയ്യുന്നവര്, പാവപ്പെട്ട സഹോദരങ്ങൾ പലരുടെയും ഫോട്ടോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് നാലാളുടെ മുമ്പില് അവരുടെ മാനത്തെ പിച്ചി ചീന്തുന്നവരോട് നിങ്ങളോട് പറയാനുള്ളത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതും മാത്രമാണ്. അബ്ദുർ റസാഖ് അബ്റാരിക്ക് പറയാനില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് മുസ്ലിം അവന്റെ ജീവിതത്തിന്റെ പാവങ്ങൾ അല്ലാഹുവോട് ഏറ്റു പറഞ്ഞാൽ അല്ലാഹ് പുറത്തു കൊടുക്കുമല്ലോ. നിന്നോട് നീ എത്ര പേരോട് പൊരുത്തം ചോദിക്കണം ചെറുപ്പക്കാരാ. എന്റെ മംഗലാപുരത്തെ പെങ്ങളെ, ഉമർ തങ്ങളെ കാണാൻ കടന്നു വന്നൊരു ചെറുപ്പക്കാരനുണ്ട്. ഉമർ തങ്ങളുടെ നിത്യസഹചാരിയാണ്. എല്ലാ ദിവസവും കാണാൻ വരും, അതല്ലെങ്കിൽ മിക്കവാറും ദിവസം കാണാൻ വരും. ഒരു ദിവസം തന്റെ കൂട്ടുകാരനെ കാണാതെ വന്നപ്പോ ഉമർ തങ്ങൾ ചോദിക്കുന്നു, സഹാബാ എവിടെ? നിത്യമായിട്ട് സിറിയയിൽ നിന്ന് എന്നെ കാണാൻ വരുന്ന ചെറുപ്പക്കാരൻ എവിടെ? സഹാബത്ത് പറയുന്നു, ഉമറേ ഞങ്ങൾ കണ്ടിട്ടില്ല, കുറെ നാൾ കഴിഞ്ഞു. തന്റെ ഭൃത്യന്മാരെ പറഞ്ഞേക്കുകയാണ് ഉമർ. ആ സഹോദരൻ എന്തു പറ്റിപ്പോയെന്ന് അന്വേഷിക്കണേ. അന്വേഷിച്ച അവസാനം കടന്നു വന്നിട്ട് പറയുന്നു, ഉമറേ താങ്കളുടെ കൂട്ടുകാരൻ കടുത്ത മദ്യപനായിട്ട് മാറിയിട്ടുണ്ട്. ആ മനുഷ്യൻ കള്ളുകുടി
കണ്ടുപിടിക്കുന്നവനായിട്ട് മാറിയിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ സ്വീകരിച്ച നിലപാട് ഞാനൊന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ഉമർ തങ്ങൾ സുബ്ഹാനല്ലാഹ് തന്റെ സഹാബത്തിനെ അനുചരന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് പറയുന്നു, സഹാബാ, നിങ്ങളുടെ സഹോദരനോട്, നിങ്ങളുടെ സഹോദരന് വേണ്ടി പടച്ച റബ്ബിനോട് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ, അവന്റെ പശ്ചാത്താപം സ്വീകരിക്കാൻ അല്ലാഹുവോട് ദുആ ചെയ്യണേന്ന് ഉമർ തങ്ങൾ പറഞ്ഞിട്ട് കത്തെഴുതുകയാണ് തന്റെ കൂട്ടുകാരന്. അല്ലാഹുവിന്റെ നാമത്തിൽ കത്ത് തുടങ്ങുകയാണ്. കത്തെഴുതുന്നത് അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ്. പേര് കേട്ടാൽ വിറയ്ക്കുന്ന ഉമർ തന്റെ കൂട്ടുകാരന് കത്തെഴുതുകയാണല്ലോ. കത്തെഴുതുന്നത് ഉമറാണ്, അമീറുൽ മുഅ്മിനീൻ. അല്ലാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, പടച്ച റബ്ബ് നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കട്ടെ. അല്ലാഹ് ഏറെ പൊറുക്കുന്നവനാണ്, അതികഠിനമായി പടച്ച റബ്ബ് ശിക്ഷിക്കുന്നവനാണ്. ഉമർ തന്റെ ഭൃത്യന്റെ കയ്യിൽ കത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ മനുഷ്യന് ബോധം വീഴുന്ന സമയത്ത് കൊടുക്കണമത്രേ. ബോധം വീഴുന്ന സമയത്ത് ഈ കത്ത് നിങ്ങൾ കൊടുക്കണം കേട്ടോ. എന്നിട്ട് അവിടെ കൂടിയിരുന്ന അനുചരന്മാരോട് പറയുന്നു, നിങ്ങൾ ദുആ ചെയ്യ്, നിങ്ങൾ ദുആ ചെയ്യ് സഹോദരന് വേണ്ടി. പടച്ച റബ്ബേ, എന്റെ സഹോദരന് പശ്ചാത്തപിക്കാനുള്ള മനസ്സ് കൊടുക്കല്ലാ, നീ അവനെ നന്നാക്കണേ അല്ലാ. പടച്ച റബ്ബേ, ആ സദസ്യര് മുഴുവനും ആമീൻ പറഞ്ഞു. അവർ അല്ലാഹുവിനോട് ദുആ ചെയ്തു. അവസാനം ബോധം വീഴുന്ന സമയത്ത് ആ മനുഷ്യൻ തന്റെ കത്ത് വായിച്ചു, അമീറുൽ മുഅ്മിനീന്റെ കത്ത്. കത്തിൽ ആ മനുഷ്യൻ വായിക്കുമ്പോ കാണുന്നുണ്ട് അല്ലാഹുവിന്റെ കരുണ, പടച്ച റബ്ബിന്റെ തൗബയോടുള്ള താല്പര്യോ, പടച്ച റബ്ബിന്റെ നരകത്തിലിട്ട് ശിക്ഷിക്കുന്ന ശിക്ഷയുടെ ഘനഗാംഭീര്യതയും കൃത്യമായിട്ട് ഉമറന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ റബ്ബേ. ആ മനുഷ്യൻ കരയാൻ തുടങ്ങി, ആ മനുഷ്യനെ കരയാൻ തുടങ്ങി. അവസാനം ആ മനുഷ്യൻ തന്റെ തെറ്റു തിരിച്ചറിഞ്ഞിട്ട് പശ്ചാത്തപിച്ചു മടങ്ങിയത്രേ. ഇത് കേൾക്കുമ്പോ ഉമർ തങ്ങളോട് സഹാബത്തും അനുചരന്മാര് പറയുന്നു, ഉമറേ, നിന്റെ കത്തു കിട്ടിയപ്പോ ആ മനുഷ്യന് നന്നായി ഉമറേ. ഇത് പറയുമ്പോഴാണ് ഉമർ തങ്ങൾ പറഞ്ഞത്, സഹാബത്തെ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കൂടപ്പിറപ്പിനെ, നിങ്ങളുടെ മുസ്ലിമായ സഹോദരനെതിരില് നിങ്ങൾ പിശാചിനെ നിങ്ങൾ സഹായിക്കരുതേ. അവന് തെറ്റ് പറ്റിപ്പോയാൽ പടച്ച റബ്ബിനോട് അവന് വേണ്ടി ദുആ ചെയ്യണേ. ആ തെറ്റു മനസ്സിലാക്കി കടന്നു വരാൻ അവന് വഴി തുറന്നു കൊടുക്കണേ. അവൻ ആ തെറ്റു ബോധ്യപ്പെട്ടു കടന്നു വന്നാൽ അവനെ നിങ്ങൾ ചേർത്തു നിർത്തണേ സഹാബാ. തെറ്റു തിരുത്തിയിട്ട് അവൻ വളർന്നാൽ പിന്നെ തെറ്റുകാരന്റെ കണ്ണിലൂടെ അവനെ നിങ്ങൾ നോക്കരുത്. നമ്മളെങ്ങനെയാണ്? അള്ള പുറത്തു കൊടുത്താലും നമ്മൾ പൊറുക്കൂല. പൊറുക്കുവോ? അള്ള പുറത്താലും നമ്മൾ പൊറുക്കൂല, ഇല്ലേ? അതുകൊണ്ടാണ് തെറ്റു ചെയ്യുന്നവൻ എപ്പോഴും തെറ്റുകാരനായിരിക്കണം, നല്ലവൻ എപ്പോഴും നല്ലവനായിരിക്കണം. അങ്ങനെയാണോ പറവാപ്പമാരെ? അങ്ങനെയാണെങ്കിൽ ആദ്യം ഗെറ്റൗട്ട് അടിക്കേണ്ട ഉമറിനെ അല്ലേ? പരിശുദ്ധ ദീനിന്റെ സ്വാതന്ത്ര്യ തീരങ്ങളിലേക്ക് കടന്നു വന്ന ഉമർ തന്റെ കൂട്ടുകാരനെ നന്നാക്കിയത് ഇങ്ങനെയാണ്. എങ്ങനെയാണ്? അള്ളാനെ പറഞ്ഞു പേടിപ്പിച്ചു, സ്വർഗം പറഞ്ഞു കൊതിപ്പിച്ചു, മാറണം പറഞ്ഞു. ആ മനുഷ്യൻ മാറി. ഒരു സമൂഹത്തോട്, യുവസമൂഹത്തോട് ഏതു തെറ്റു ചെയ്താലും അള്ള പുറത്തു തരുന്നവനാണ്. പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞിട്ട് നിങ്ങൾ ദുആ ചെയ്യ്. കാരണം പാപമോചനം തേടുന്ന പാവപ്പെട്ടവൻ അള്ളാനെ പേടിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ദുനിയാവിന്റെ പുറന്തൊലിയുടെ പുറത്തു പടച്ചവനെ സൂക്ഷിച്ചു ജീവിക്കുന്നവനാരാ? അവന്റെ മുമ്പിലേക്ക് അള്ളാഹു സ്വർഗം കൊണ്ടുവരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജീവിതത്തിന്റെ ഇടനാഴികളിൽ പാപങ്ങൾ വന്നിട്ടുണ്ടാവാം, കണ്ടിട്ടുണ്ടാവാം, കേട്ടിട്ടുണ്ടാവാം, പറഞ്ഞിട്ടുണ്ടാവാം. പൊരുത്തപ്പെടിക്കേണ്ട പാപങ്ങളാണെങ്കിൽ പരസ്പരം നിങ്ങൾ കാണണം, പറയണം, മോനെ, നിന്നെ കുറിച്ച് ഇന്നത് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്, നിന്നെ കുറിച്ച് ഇങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്, എനിക്ക് നീ പൊരുത്തപ്പെട്ടു തരണേ എന്ന് പൊരുത്തം മേടിക്കണം. നമ്മുടെ എത്ര ആളോട് പൊരുത്തം ചോദിക്കേണ്ടി വരും, അല്ലേ? സത്യവും മിഥ്യയും അറിയാതെയാണ് ഇന്ന് ഓൺലൈൻ മീഡിയകളുടെ പല വാർത്തകളും നമ്മൾ ഷെയർ ചെയ്ത് വിടുന്നത്, ഇല്ലേ? സത്യം എന്തെന്ന് അറിഞ്ഞു വരുമ്പോഴേക്കും അസത്യം നാട് മുഴുവനും പരതിയിട്ടുണ്ടാവാം, ഇല്ലേ? തെറ്റു ചെയ്തവരെ നമ്മൾ മാറ്റി നിർത്തി പോരാ,
ചേർത്തു നിർത്തണം. അവനോട് പറയണം പശ്ചാത്തപിക്കാൻ. പടച്ചറബ് പുറത്തു തരുമെന്ന് പറയണം. നിന്നെക്കാൾ കൊടും കുറ്റവാളികൾക്ക് അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുത്തിട്ടുണ്ട് മോനെ. പടച്ചറബിലേക്ക് അടുക്ക്. ഈ സമൂഹത്തെ പടച്ചറബിലേക്ക് നിങ്ങൾ അടുപ്പിക്കേണ്ടത് അവരുടെ ന്യൂനതകൾ എടുത്തു പറഞ്ഞിട്ട് സമൂഹ മധ്യത്തിൽ അവരെ വശനാക്കിയിട്ടല്ല, മറച്ചു വെക്കാൻ, പരസ്പരം മറച്ചു വെക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അതുകൊണ്ടാണ്. നിങ്ങളുടെ സഹോദരന്റെ ന്യൂനതകളെ മറച്ചു വെച്ചാൽ നിന്റെ ന്യൂനതകളെ അള്ളാഹു മറച്ചു വെക്കുമെന്ന് ഹബീബായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂക്ഷിക്കേണ്ട മേഖലകൾ പലതുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. ആ സ്വർഗത്തിന് വേണ്ടിയാണ് നമുക്ക് പണിപ്പെടേണ്ടത്. ആ സ്വർഗം നിസാരമായിട്ടൊരു എളുപ്പ വഴിയിലൂടെ നേടിയെടുക്കാൻ കഴിയുന്നതല്ല. അള്ളാഹ് തന്നെ പറഞ്ഞത് അഫഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും. നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ സമൂഹം ഏറ്റുവാങ്ങിയ പ്രയാസങ്ങളും ദുരിതങ്ങളും യാതനകളും ഒന്നും അനുഭവിക്കാതെ ഒരു സുപ്രഭാതത്തിൽ സ്വർഗത്തിൽ കിടക്കാമെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് അള്ളാന്റെ ഖുർആൻ. ത്യാഗം ചെയ്യണം, പരിശ്രമം ചെയ്യണം, കഷ്ടപ്പെടണം, അള്ളാഹിനോട് ദുആ ചെയ്യണം. അല്ലാഹ് നീ എനിക്ക് സ്വർഗം തരണേന്ന്, നീ എനിക്ക് നല്ല മരണം തരണേന്ന് അള്ളാഹിനോട് ദുആ ചെയ്യണം. കാരണം നല്ല മരണം ആർക്കാണോ ലഭിച്ചത് അവനാണ് അള്ളാഹു സ്വർഗം കൊടുക്കുന്നതെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്ക് പടച്ച റബ്ബിനോട് ചോദിക്കാം. ജീവിതത്തിന്റെ പാപങ്ങള് ഈ മഹാനുഭാവന്റെ ചാരത്തിരുന്നിട്ട് പടച്ച റബ്ബിലേക്ക് പെങ്ങളെ ഒരു മനുഷ്യരോടും പറയാത്ത പലതും ആഗ്രഹങ്ങളും പാപങ്ങളും പലതും എന്റെ ഹൃദയത്തിനുള്ളിലുണ്ട്. സർവേശ്വരനായ നാഥ, ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങൾ നിന്റെ മുമ്പിൽ ഇറക്കി വെക്കുകയാണ്. നീ ഞങ്ങൾക്ക് പുറത്തു തരുമെന്ന് കൃത്യമായ ബോധ്യത്തോടെ, നീ ഞങ്ങളുടെ പാപമോചനം കേൾക്കുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങളുടെ കഥകൾ നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ ഇറക്കി വെക്കുകയാണ്. നമുക്ക് ദുആ ചെയ്യണം. ഇന്ന് പടച്ച റബ്ബിനോട് ജീവിതത്തിന്റെ എല്ലാം നമുക്ക് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞിട്ട് ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നോളി. ഇൻഷാ അല്ലാഹ് ഇങ്ങോട്ട് പോരെ. ആ പുറത്തു നിൽക്കുന്നവർ, ആ യുവാക്കൾ, സഹോദരങ്ങൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് ദുആക്ക്. നിങ്ങൾ വഅദ് കേൾക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ദുആക്ക് നിങ്ങൾ ഉണ്ടാവണം. 40 പേരുള്ള സദസ്സാണ്, മഹാനുഭാവന്റെ ചാരത്താണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. ഉറച്ച ബോധ്യത്തോടുകൂടി എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് പോരെ, മുന്നോട്ട് പോരെ. ഒരു 3 സ്വലാത്ത് ബി ഫളലി സല്ലല്ലാഹു ഇതങ്ങെടുത്തു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞിട്ട് മുസാവത്ത് ചെയ്താൽ പോരെ. അതാക്കിട്ട്